വളരെ മിസ്റ്റീരിയസ് ആയി ചുണ്ടിൽ കത്തിക്കാതെ വെച്ചൊരു സിഗരറ്റ് കൈതൊടാതെ ചുണ്ടിനറ്റത്തേക്ക് മാറ്റിക്കൊണ്ട് ആരെയോ വാച്ച് ചെയ്യുന്ന സ്റ്റൈലൻ വില്ലനായി മമ്മൂട്ടിയെ കണ്ട് തരിച്ചു നിന്നിട്ടുണ്ട് ഈ നാട്. ആ ഒരൊറ്റ നിമിഷത്തിൽ അയാളുടെ മിന്നിമാഞ്ഞു പോയ ഭാവത്തിൽ അരനൂറ്റാണ്ടിലേറെ തഴക്കമുള്ള പുതുമ തെളിഞ്ഞു നിന്നു. കണങ്കാവൽ എന്ന ചിത്രത്തിലെ ആന്റഗോണിസ്റ്റിന്റെ പുതിയ വേഷത്തിലേക്ക് മിനുങ്ങിത്തെളിഞ്ഞ് ആ കുലപതി എത്തുമ്പോൾ അയാളുടെ ചക്രവാളങ്ങൾ ഭേദിക്കുന്ന പുതിയ അവതാരത്തിനായാണ് നാട് കാത്തിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കൊടും കുറ്റവാളിയായ സയനൈഡ് മോഹനായാണ് അയാളുടെ പകർന്നാട്ടം എന്ന റൂമറുകളുണ്ട്. വില്ലനോ നായകനോ എന്നതല്ലല്ലോ ആ സിനിമാദാഹിയുടെ എപ്പോഴത്തെയും പ്രയോറിറ്റി. അപ്ഡേറ്റുകൾ ഓരോന്നും അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുമ്പോൾ സെർച്ച് എഞ്ചിനുകളിൽ വീണ്ടും വീണ്ടും ആ പേര് കൂടെ തെളിയുകയാണ്. ഇന്നും എണ്ണം തിട്ടമില്ലാത്ത അത്ര സ്ത്രീകളുടെ സ്വപ്നങ്ങളെ ഒരു മരുന്ന് കഷ്ണത്തിന്റെ ചവർപ്പിൽ തകർത്തെറിഞ്ഞ് മറഞ്ഞു കളഞ്ഞ സയനൈഡ് മോഹൻ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ പ്രണയം നടിച്ച് കടത്തിക്കൊണ്ടുവന്ന് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ശേഷം സയനൈഡ് നൽകി കൊന്നുകളയുകയായിരുന്നു മോഹന്റെ രീതി. ദീർഘകാലം ഫോണിലൂടെ സംസാരിക്കും. വീട്ടുകാർ അറിയാതെ ദൂരദേശങ്ങളിലേക്ക് ഒളിച്ചോടിപ്പോകാൻ നിർബന്ധിക്കും. വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞ് ആഭരണവും പണവും മുറിയിൽ വെച്ച് പുറത്തിറങ്ങും. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ കയ്യിൽ കരുതിയ സയനൈഡ് കലർന്ന ഗുളിക ഗർഭനിരോധന ഗുളിക എന്ന പേരിൽ കഴിക്കാൻ നൽകും. ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വിശ്രമ മുറിയിൽ വെച്ച് കഴിക്കാമെന്ന് അഡ്വൈസ് ചെയ്യും. യുവതി അകത്ത് കയറി അരമണിക്കൂറോളം നേരം അയാൾ അതേ പരിസരത്ത് ആരും ശ്രദ്ധിക്കാത്ത വിധം കറങ്ങി നടക്കും. മരണം ഉറപ്പുവരുത്തി തിരികെ മുറിയിൽ ചെന്ന് പണവും സ്വർണവുമായി കടന്നു കളയും. ശേഷം അടുത്ത ഇരയിലേക്ക്. മംഗളൂരുവിലെ കായികാധ്യാപകനായിരുന്ന മോഹൻകുമാർ 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിലായി കൊന്നൊടുക്കിയത് 4 മലയാളി സ്ത്രീകളടക്കം 20 പേരെയാണ്. യഥാർത്ഥ സംഖ്യ 32 ആണെന്നാണ് മോഹൻകുമാറിന്റെ പക്ഷമെങ്കിലും പോലീസിന് ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞത് ഇത്രയും കേസുകൾ മാത്രമാണ്. ബെലഗാവിയിലെ ഹിന്നാൽഗ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ് ഇന്ന് അയാൾ. സയനൈഡ് മോഹൻ ഇതിനു മുൻപും ഫിക്ഷനുകൾക്ക് ഹേതുവായിട്ടുണ്ട്. ത്രില്ലറിനും ഹൊററിനും എന്തിന് പ്രണയത്തിന് പോലും സ്കോപ്പ് ഉണ്ടല്ലോ അയാളുടെ കഥയിൽ. എന്നാൽ മമ്മൂട്ടി കമ്പനി ഏറ്റെടുക്കുന്ന കഥയായി മമ്മൂട്ടി തന്നെ നായകനായി സയനൈഡ് മോഹന്റെ കഥ വീണ്ടും എത്തുമ്പോൾ അതിൽ പ്രതീക്ഷ നൽകുന്ന സിനിമാറ്റിക് മൊമെന്റുകൾ ഉണ്ടാകുമെന്നത് തീർച്ച.